أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്താനങ്ങളുടെ ശിക്ഷണം എന്നതാണ് ഇന്നത്തെ ദർസിൻ്റെ വിഷയം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒരഗ്നിയിൽ നിന്ന് കാത്തു രക്ഷിച്ചു കൊള്ളുക. സൂറ തഹരീം 7-ാമത്തെ വചനം. വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വസുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഞങ്ങളെ നേതാവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണവർ. സൂറ അൽ ഫുർഖാൻ 75-ാം വചനം. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കുട്ടിയും സൽപ്രകൃതത്തിലാണ് ജനിക്കുന്നത്. പിന്നീട് അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദിയോ ക്രിസ്ത്യാനിയോ മജൂസിയോ ആക്കുന്നു. ബുഖാരി കിതാബുൽ ജനായിസ്. ഹസ്രത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ സന്താനങ്ങളോട് ആദരവോടെ പെരുമാറുക, അവർക്ക് നല്ല ശിക്ഷണം നൽകുക. ഇബ്നു മാജ. അയ്യൂബ് ഇബ്നു മൂസ തൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹം തൻ്റെ പിതാമഹനിൽ നിന്നും നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽമര്യാദയേക്കാൾ ഉത്തമമായ മറ്റൊരു ഉപഹാരവും ഒരു പിതാവ് തൻ്റെ സന്തതിക്ക് നൽകുന്നില്ല. തിർമിദി. കാലത്തിൻ്റെ ഇമാമായ ഹദർത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആളുകൾ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് അവർ ദീനിൻ്റെ സേവകരാകാൻ വേണ്ടിയല്ല, മറിച്ച് ദുനിയാവിൽ തങ്ങളുടെ ഒരു അവകാശി ഉണ്ടാകാൻ വേണ്ടിയാണ്. സന്താനമുണ്ടാകുമ്പോൾ അവരുടെ ശിക്ഷണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, അവരുടെ വിശ്വാസങ്ങളെ തിരുത്തുന്നുമില്ല, ധാർമ്മിക നിലവാരം ശരിയാക്കുന്നതുമില്ല. ഓർക്കുക, അടുത്ത ബന്ധങ്ങളെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് അവൻ്റെ വിശ്വാസം ശരിയാക്കാൻ കഴിയില്ല. അതിന് അവന് കഴിവില്ലെങ്കിൽ അവനിൽ നിന്ന് മറ്റ് എന്ത് നന്മകളാണ് പ്രതീക്ഷിക്കാൻ കഴിയുക? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സന്താനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതായത്, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിൻ്റെ കുളിർമ നൽകണമേ. ഇത് ലഭിക്കണമെങ്കിൽ അവർ ദുർനടപ്പിൻ്റെയും അധാർമികതയുടെയും ജീവിതം നയിക്കാത്തവരായിരിക്കണം, മറിച്ച് അവർ പരമകാരുണികൻ്റെ ദാസന്മാരുടെ ജീവിതം നയിക്കുന്നവരും അള്ളാഹുവിനെ എല്ലാറ്റിനേക്കാളും മുൻഗണന നൽകുന്നവരുമായിരിക്കണം. തുടർന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സന്താനം നല്ലവരും ഭക്തരുമാണെങ്കിൽ അവർക്ക്, അതായത് ആ ഭക്തർക്ക് ഇമാമായിരിക്കും. ഇതുവഴി ഭക്തരായിരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മൽഫൂസാത്ത് വാല്യം 1 പേജ് 562 563. ഹദർത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ മഹത്വം വിവരിച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നു, വലാ തഖ്തുലു ഔലാദക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. ഞാൻ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലർ നല്ല രീതിയിൽ ശിക്ഷണം നൽകുന്നില്ല, ചിലർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധമായ കൂട്ടുകെട്ട് ഒരുക്കുന്നില്ല. അവർക്ക് എന്ത് അറിവാണ് പ്രയോജനകരമാകൂ എന്ന് അവർ ചിന്തിക്കുന്നില്ല. കൂടാതെ അവരുടെ മക്കളുടെ പ്രകൃതപരമായ താൽപ്പര്യം ഏത് ദിശയിലേക്കാണ് എന്നും ചിന്തിക്കുന്നില്ല. ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ രാജ്യത്തെ ആളുകളും അവരുടെ ചിന്തയ്ക്കനുസരിച്ച് പഠിക്കാൻ പോകുന്നു. അവർ പഠിക്കുന്ന ആളുടെ താൽപ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുപോലെ അസംബന്ധം, അപൂർണം, പ്രധാനം, പ്രയോജനകരം എന്നിവ തമ്മിൽ യാതൊരു വ്യത്യാസവും അവർ കാണുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം സന്താനഹത്യയുടെ ഇനത്തിൽപ്പെടുന്നതാണ്. ഖുത്ബാത്തെ നൂർ പേജ് 567. ഹദത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുട്ടികൾക്ക് ശിക്ഷണം നൽകണം.
ഒരു കുട്ടിക്ക് 4 or 5 വയസ്സാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ മതപരമായ കാര്യങ്ങളിൽ പങ്കുചേരാനുള്ള ശീലം വളർത്തുക. 7 വയസ്സായ കുട്ടിയെ നിർബന്ധമായും നമസ്കാരം പഠിപ്പിക്കണം. 10 വയസ്സിൽ അവൻ നമസ്കരിക്കുന്നതിൽ അത്രത്തോളം ചിട്ടയുള്ളവനായിരിക്കണം. നമസ്കരിക്കുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ അവനെ അടിക്കുന്നത് പോലും അനുവദനീയമാണ്. എന്തായാലും കുട്ടിക്ക് 6 or 7 വയസ്സാകുമ്പോൾ അവന് നമസ്കാരം പഠിപ്പിക്കണം. കൂടാതെ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ശീലവും വളർത്തണം. അവന് ഒരു കാര്യവും മനസ്സിലാക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് പറയുകയും ചെയ്യുക. എന്നാൽ അവൻ നിങ്ങളുടെ ബാങ്കും ഇക്കാമത്തും മനസ്സിലാക്കുന്നുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നൽകുന്ന പാഠം കുട്ടിയുടെ ശിക്ഷണം അവൻ്റെ ജനന സമയം മുതൽ തന്നെ നിങ്ങൾ ആരംഭിക്കുക എന്നാണ്. നിങ്ങൾക്ക് കുട്ടിയുടെ ജനന സമയം മുതൽ തന്നെ അവൻ്റെ ശിക്ഷണത്തിന് കൽപ്പന നൽകുന്നുവെങ്കിൽ 6 or 7 വയസ്സുള്ള കുട്ടിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരിക്കും. കുട്ടിക്ക് 6 or 7 വയസ്സാകുമ്പോൾ അവന് നമസ്കാരങ്ങളിൽ കൂടെ കൊണ്ടുവരിക. ഖുർആനിലെ ആയത്തുകൾ അവനെ മനഃപ്പാഠമാക്കുക. നല്ല നല്ല കവിതകൾ മനഃപ്പാഠമാക്കുക. 8 വയസ്സാകുമ്പോൾ മതപരമായ കാര്യങ്ങൾക്ക് അവൻ തയ്യാറാകുന്ന രീതിയിൽ അവന് ശിക്ഷണം നൽകുക. അതുപോലെ പിതാവ് ദിവസം മുഴുവനും ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ കുട്ടിയെ നമസ്കാരം പഠിപ്പിക്കേണ്ടത് മാതാക്കളുടെ കടമയാണ്. നമസ്കരിക്കുമ്പോൾ കുട്ടിയെയും കൂടെ നിർത്തണം, അല്ലെങ്കിൽ തൻ്റെ മേൽനോട്ടത്തിൽ നമസ്കരിപ്പിക്കണം. കാരണം ചിലപ്പോൾ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് നമസ്കരിക്കുന്നത് അനുവദനീയമായിരിക്കില്ല. എന്നാൽ അവൾ സ്വയം നമസ്കരിക്കുന്നില്ലെങ്കിൽ പോലും കുട്ടിയെ അവളുടെ മേൽനോട്ടത്തിൽ നമസ്കരിപ്പിക്കുവാൻ കഴിയും. നമസ്കാരത്തിന് സമയം വരുമ്പോൾ കുട്ടിയെ നിർത്തി നമസ്കരിപ്പിക്കണം. പിന്നീട് പുരുഷൻ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം അത് ചെയ്യണം. അതായത് പുരുഷൻ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളെ മതപരമായ കാര്യങ്ങൾക്ക് ശീലിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പുരുഷൻ വീട്ടിലില്ലെങ്കിൽ സ്ത്രീ തൻ്റെ മക്കളെ കൊണ്ട് മതപരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ചുരുക്കത്തിൽ നിങ്ങളെ കാണുമ്പോൾ ഈ കാലഘട്ടത്തിൽ അള്ളാഹു ദീനിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള മാധ്യമമായി അഹമ്മദിയ ജമാഅത്തിനെയാണ് ആക്കിയിരിക്കുന്നത് എന്നു ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് ശിക്ഷണം നൽകുകയും നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം സംജാതമാക്കുകയും ചെയ്യുക. അൻവാറുൽ ഉലൂം വാല്യം 21 പേജ് 109 മുതൽ 110 വരെ. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ലാഹു തആല ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മുഅ്മിനീങ്ങൾ അഥവാ വിശ്വാസികൾ തങ്ങളുടെ റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അല്ലയോ യജമാനനെ, നീ തന്നെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തരയണമേ. രണ്ടാമത്തെ അപേക്ഷ ഇതാണ്, കണ്ണുകൾക്ക് കുളിർമ നൽകാനുള്ള ഈ സാഹചര്യം ഞങ്ങൾ മുത്തക്കികളുടെ അതായത് ഭയഭക്തിയുള്ളവരുടെ നേതാക്കളായി മാറുന്ന രീതിയിലായിരിക്കണം. മുത്തക്കികളുടെ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടണം. മുത്തക്കികളുടെ പിതാമഹന്മാരായി ചരിത്രത്തിൽ തിളങ്ങണം. ദുർമാർഗികളായ സന്താനങ്ങളെ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നവരായിരിക്കരുത്. ഇതിൽ ശ്രദ്ധേയമായ ആദ്യത്തെ കാര്യം ഇതാണ്, നമ്മൾ കണ്ണിൻ്റെ കുളിർമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കണ്ണിൻ്റെ കുളിർമയാക്കണമേ എന്ന് പരസ്പരം ഈ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അമൂല്യമായ കണ്ണിൻ്റെ കുളിർമ, യഥാർത്ഥ കണ്ണിൻ്റെ കുളിർമ, വാസ്തവത്തിൽ പരാമർശിക്കാൻ യോഗ്യമായ കണ്ണിൻ്റെ കുളിർമ സന്താനം ഭക്തരായി മാറുന്നതാണ്. സ്വന്തം മക്കളെ മുത്തക്കികളായി കാണുന്നതിനേക്കാൾ വലിയ കണ്ണിൻ്റെ കുളിർമ മറ്റാർക്കും ലഭിക്കില്ല. അതിനാൽ ഒന്നാമതായി അഹമ്മദിയ ജമാഅത്ത് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സദ്വൃത്തരായ മക്കളെ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നവരായിരിക്കണം. ദുർമാർഗികളായ മക്കളെ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നവരായിരിക്കരുത്. ഈ കാര്യം പ്രാർത്ഥന കൂടാതെ ലഭിക്കുകയില്ല. കാരണം ഈ ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിലാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഉയർന്ന ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ കഴിയും. വെറും നിങ്ങളുടെ ശിക്ഷണങ്ങളിൽ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങളെ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ ഈ ഉയർന്ന ലക്ഷ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതിനാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കുട്ടികളുടെ ജനനത്തിന് ശേഷം മാത്രമല്ല, ജനനത്തിന് മുമ്പും ചെയ്യണം. ചിലപ്പോൾ പ്രവാചകന്മാർ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് ശേഷം വരാനുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം കാബയുടെ കെട്ടിടം ഉയർത്തുന്നതിനിടയിൽ 1000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കാനിരുന്ന ആദം സന്തതികളുടെ നേതാവായ ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥന, അത് 1000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അതിനാൽ നിങ്ങളുടെ മുന്നിൽ ഹാജരായ മക്കൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇതുവരെ രൂപം കൊണ്ടിട്ടില്ലാത്ത സന്താനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. തലമുറകളായി ജനിച്ചു വരുന്ന സന്താനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക.
ലോകാവസാനം വരെ നിങ്ങളുടെ സന്തതി പരമ്പരക്കായി നിലനിൽക്കുന്നവർക്ക് വേണ്ടിയും അതിനാൽ അവർക്കെല്ലാവർക്കും വേണ്ടി തഖ്വ അഥവാ ഭയഭക്തിക്കായുള്ള പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകുക, അതിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഖുത്ബാത്തെ താഹിർ വാല്യം 1 പേജ് 21 മുതൽ 23 വരെ. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദല്ലാഹു തആല ബിനസ്രിൽ അസീസ് ജമാഅത്തിന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അള്ളാഹു അനുകരണത്തിനുള്ള ഒരു ഘടകം വെച്ചിട്ടുണ്ട്. ഇത് കുട്ടിക്കാലം മുതലേ പ്രകടമാവുന്നു. കാരണം അത് പ്രകൃതത്തിലുള്ളതാണ്. അതുകൊണ്ട് കുട്ടിയുടെ പ്രകൃതത്തിലും ഈ അനുകരണ ഘടകമുണ്ട്. ഈ ഘടകം തീർച്ചയായും നമുക്ക് പ്രയോജനകരമാണ്. എന്നാൽ അതിൻ്റെ ദുരുപയോഗം മനുഷ്യനെ നശിപ്പിക്കുകയോ നാശത്തിലേക്ക് നയിക്കുകയോ ചെയ്യും. ഈ അനുകരണത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ഫലമായിട്ടാണ് മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഭാഷ പഠിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പഠിക്കുന്നത്, നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ കുട്ടി ഉന്നതമായ സ്വഭാവമുള്ളവനായി മാറുന്നു. മാതാപിതാക്കൾ സുഹൃതവാന്മാരാണ്, നമസ്കരിക്കുന്നവരാണ്, ഖുർആൻ വായിക്കുന്നവരും അത് പാരായണം ചെയ്യുന്നവരുമാണ്, പരസ്പരം സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കുന്നവരാണ്, കളവിനെ വെറുക്കുന്നവരാണ് എങ്കിൽ അവരുടെ സ്വാധീനത്തിൽ കുട്ടികളും നന്മകൾ സ്വീകരിക്കുന്നവരായിരിക്കും. എന്നാൽ കളവ്, വഴക്ക്, വീട്ടിലുള്ള മറ്റുള്ളവരെ പരിഹസിക്കുന്ന സംസാരങ്ങൾ, ജമാഅത്തിൻ്റെ അന്തസ്സ് പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തിന്മകൾ ഒരു കുട്ടി കാണുമ്പോൾ അനുകരണത്തിനുള്ള ഈ പ്രകൃതം നിമിത്തം അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ സ്വാധീനം നിമിത്തം അവൻ ഇതേ തിന്മകൾ പഠിക്കുന്നു. പുറത്തു പോകുമ്പോൾ ചുറ്റുപാടുകളിൽ കൂട്ടുകാരിൽ കാണുന്നതെന്തോ അത് പഠിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ കുട്ടികളുടെ പുറത്തുള്ള ചുറ്റുപാടുകളിൽ ശ്രദ്ധ വെക്കുക. അതുപോലെ വീട്ടിൽ കുട്ടികൾ കാണുന്ന പ്രോഗ്രാമുകൾ, TV പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുക. ഖുത്ബ ജുമാ 2013 ഡിസംബർ 13. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ കൽപ്പനകളെയെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും ഉത്തമമായ നിലയിൽ നിറവേറ്റുന്നതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.